ഹേ ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത്, ഞങ്ങളുടെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഞങ്ങൾ പോകുന്നത് ട്രിവാൻഡ്രത്ത് തന്നെ അത്യാവശ്യം നാച്ചുറൽ ബ്യൂട്ടി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഗായ്സ്, നമ്മൾ പോകുന്നത് വേളിലാണ് പോകുന്നത്. എൻ്റെ കൂടെ ഇപ്പോൾ എൻ്റെ ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, പിന്നെ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്, സിസ്റ്ററിൻ്റെ ഫാമിലി ഉണ്ട്, സിസ്റ്ററിൻ്റെ ട്വിൻസ് ബേബീസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് കാറിലാണ് പോകുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് വേളിയിലെത്തിയതിനു ശേഷം കാണാം. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ വേളിയിലെത്തി. കാറൊക്കെ പാർക്ക് ചെയ്തതിനു ശേഷം ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി. ടിക്കറ്റ് എടുക്കാൻ പോയ സമയത്ത് അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞു 6 മണി വരെയാണ് ബോട്ടിംഗ് ടൈമും കടലിലൊക്കെ ഇറക്കുന്നതും. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 4 മണിയായി. അപ്പോൾ അത് കഴിഞ്ഞ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ തന്നെ 6 മണിയായി. അപ്പോൾ ഞങ്ങൾ എന്തായാലും വന്നില്ലേ എന്ന് വിചാരിച്ച് അകത്തുള്ള കാഴ്ചയെങ്കിലും കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് പോവുകയാണ് ഗായ്സ്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ തന്നെ നല്ലൊരു വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പക്ഷികളുടെയും എല്ലാത്തിൻ്റെയും സൗണ്ടൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ആണ് ട്രിവാൻഡ്രത്തുള്ള ഈ വേളി എന്ന് പറയുന്നത്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ അതിൽ പോയ സമയത്ത് ഒരു കുളം കണ്ടു. ആ കുളത്തിന് സൈഡിലൊരു ശംഖും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതിന് താഴെ ഒരു ആമ ഞങ്ങൾ വീടെടുക്കും തോറും അത് ഞങ്ങൾക്ക് പോസ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ വേലി മൊത്തം ചുറ്റിക്കറങ്ങി വന്നപ്പോൾ തന്നെ സമയം പോയതേ അറിഞ്ഞില്ല. ഇപ്പോൾ തന്നെ സമയം 7:30 ഗായ്സ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇവിടെ നിന്ന് പോകാൻ പോവുകയാണ്. എല്ലാവരെയും ഇറക്കുന്നുണ്ട്, ഇവിടെ നിന്ന് ടൈം ആയിട്ടുണ്ട് ഗായ്സ്, എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്നതിൽ കടലിലിറങ്ങാൻ വരുന്നതിൻ്റെ സങ്കടം മാത്രമേ ഉള്ളൂ ഗായ്സ്. അത് ഞങ്ങൾ വേറൊരു ദിവസം കടലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ വീഡിയോസൊക്കെ കാണിക്കാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നേരെ പോയത് വേറൊരു ബീച്ചിലേക്കാണ് ഗൈസ് പോയത്. ഇതിപ്പോൾ ടൂറിസ്റ്റ് വില്ലേജിനകത്തുള്ള ബീച്ചിലൊന്നും ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ വേറൊരു ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയ സമയത്ത് ഒരു പള്ളി കണ്ടു ഗൈസ്. അപ്പോൾ പള്ളിയുടെ പേരാണ് സെൻറ്റ് തോമസ് റോമൻ കത്തോലിക് ചർച്ച് വലിയ വേളി. ഇവിടെ തന്നെ ഒരു വലിയ പള്ളിയാണ് ഗൈസ്. ആരെങ്കിലും ഇതിൽ പോകുന്നുണ്ടെങ്കിൽ ഈ പള്ളി ഒന്ന് വിസിറ്റ് ചെയ്യുക, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ പോയത് ബീച്ചിലേക്കാണ്. ബീച്ചിലെത്തിയപ്പോൾ കണ്ട കാഴ്ച മൊത്തം ഇരുട്ടാണ് ഗായ്സ്. ഞങ്ങൾക്ക് അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റിയില്ല, കടലിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ദൂരെ നിന്ന് കടലൊക്കെ കണ്ടു, അങ്ങനെ ആസ്വദിച്ച് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീം കുടിച്ചു. അത് കഴിഞ്ഞ് നേരെ ഒരു ബംഗാളി ചേട്ടനിൽ നിന്നൊരു പാനിപൂരിയൊക്കെ വാങ്ങി ഞങ്ങൾ ഫാമിലി ആയിട്ട് മൊത്തം ഇരുന്ന് പാനിപൂരിയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ലുലു മാളിലേക്കാണ് പോയത്. ഇവിടെ നിന്ന് 3 കിലോമീറ്ററേ ഉള്ളൂ ഗൈസ് ലുലു മാളിലേക്ക്. 3 കിലോമീറ്റർ ഇല്ലാന്ന് തോന്നുന്നു, അതിന് താഴെയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇവിടെ നേരെ പോയത് ലുലുവിലേക്കാണ് പോയത്. അപ്പം അങ്ങനെ ലുലു മാളിലേക്ക് പോകുന്ന വഴിക്ക് റോഡ് പൊളിഞ്ഞ് കിടക്കുന്നൊരു വഴിയാണ് ഞങ്ങൾക്ക് മാപ്പ് കാണിച്ചു തന്നത്. അപ്പം ഞങ്ങൾ അങ്ങനത്തെ അതുവഴി പോയപ്പോഴത്തേക്കും ഒരു ചേട്ടൻ പറഞ്ഞു, അപ്പോൾ അതുവഴി പോകാൻ പറ്റത്തില്ല, അവിടെ റോഡ് പൊളിഞ്ഞ് കിടക്കുക. അപ്പം ഞങ്ങളങ്ങനെ വേറെ വഴി പോകുമായിരുന്നു. അപ്പം ഞങ്ങൾ വേറെ വഴി പോയ സമയത്ത് ഞങ്ങളെ മാപ്പ് ചതിച്ചു ഗായ്സ്. അങ്ങനെ ഞങ്ങൾ നേരെ 3 കിലോമീറ്റർ ലുലു മാളിലെത്തി ഞങ്ങൾ നേരെ 10-12 കിലോമീറ്റർ കഴക്കൂട്ടം വരെ പോയി തിരിച്ചു വന്നു ഗായ്സ്. അങ്ങനെ ഞങ്ങൾ കഴക്കൂട്ടം വരെ പോയി തിരിച്ചു വന്ന് ഞങ്ങൾ നേരെ ലുലു മാളിലെത്തി. എത്തിയതിനു ശേഷം അവിടെ എത്തിയപ്പോൾ തന്നെ ഗായ്സ് ഒരു 9-9:30 ആയി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി കാറൊക്കെ പാർക്ക് ചെയ്തു. കാറൊക്കെ പാർക്ക് ചെയ്തതിനു ശേഷം ഞങ്ങൾ നേരെ ലുലു മാളിനകത്തോട്ട് പോയി. അകത്ത് പോയപ്പോൾ തന്നെ നല്ലൊരു ജനക്കൂട്ടം ഉണ്ട് ഗായ്സ്. ലുലുമാൾ അറിയാമല്ലോ, മൊത്തത്തിൽ തിരക്കായിരിക്കും. ഒന്നാമത് നൈറ്റാണ് ഗായ്സ്. സിറ്റിക്കകത്തുള്ള ആൾക്കാർ മൊത്തം ലുലുമാളിനകത്ത് തന്നെ ആയിരിക്കും.
ലുലുമാളിൽ എത്തിയതിനു ശേഷം ഓരോരുത്തരും ഓരോ വഴിക്ക് പോയി ഗൈസ്. അപ്പം ഞാനും എൻ്റെ ചേച്ചി ഞങ്ങളിങ്ങനെ തേരാ വരാൻ നടക്കുക. അപ്പം അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞ് കുറേ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി ഗൈസ്. സ്റ്റുഡിയോയിലേക്ക് പോയതൊന്നും വാങ്ങിക്കാൻ വേണ്ടിയല്ല, ജസ്റ്റ് ഒന്ന് അതുവഴി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ഞങ്ങൾ പോയി ചേച്ചിക്കൊരു ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് നോക്കി, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അങ്ങനെ അത് നേരെ ഞങ്ങൾ അവിടെ വെച്ചിട്ട് ഞങ്ങൾ നേരെ ചെരുപ്പ് വാങ്ങിക്കാനായിട്ട് പോയി ഗൈസ്. ചെരുപ്പ് നോക്കാൻ പോയപ്പോഴത്തേക്കും ചെരുപ്പൊക്കെ നോക്കി ഞങ്ങളങ്ങനെ വിലയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി ഗൈസ്. ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല ഗൈസ്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങളങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ലുലുമാളിനകത്ത് കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഗെയിമും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. അപ്പം അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ സമയമായി ഗൈസ്. കാരണം മൊത്തത്തിൽ ടൈം കുറേ ആയി ഗൈസ്. അപ്പം ഞങ്ങളങ്ങനെ ആ വഴി തെറ്റിയില്ലായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം കൂടി ഞങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യുമായിരുന്നു ലുലുമാളിനകത്ത്. അപ്പം ഞങ്ങളങ്ങനെ ഇറങ്ങുവാണ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.